നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. ബാഹുബലി 2-ന്റെ തിരക്കിലായിരുന്നു ഇതുവരെ രാജമൗലി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ മാസം അവസാനത്തോടെ രണ്ടാം ഭാഗം പ്രദർശനത്തിനെത്തുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം കഴിഞ്ഞു. പ്രൊമോഷൻ വർക്കുകൾ അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. സ്വാഭാവികമായും ഒരു ബ്രഹ്മാണ്ഡ ചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ രാജമൗലി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തെന്ന് വെച്ചാൽ അടുത്ത ചിത്രം ഏതാണ്, ആരാണ് അതിലെ താരങ്ങൾ എന്നൊക്കെയാണ്. എന്നാൽ ഇതാ കേട്ടോളൂ, മലയാളികൾക്കെല്ലാം ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത ചിത്രത്തിനായി മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടിയെയാണ് രാജമൗലി സമീപിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ബാഹുബലി 2-ന്റെ വർക്കുകൾ കഴിഞ്ഞാൽ തന്റെ സ്വപ്ന പദ്ധതിയായ മഹാഭാരതം ചെയ്യാനാണ് രാജമൗലിയുടെ പദ്ധതി. എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇനിയും ഒരുപാട് പൂർത്തിയാക്കാനുണ്ട്. വർഷങ്ങൾ ചെലവഴിച്ച് തന്റെ സ്വപ്ന പദ്ധതിയുടെ പിറകെ സഞ്ചരിക്കാനാണ് സംവിധായകൻ താല്പര്യപ്പെടുന്നത്. അതിനു മുൻപ് മറ്റൊരു പ്രോജക്റ്റിനായും രാജമൗലി ഒരുങ്ങുന്നുവെന്നും വാർത്തകളുണ്ട്. നൂറുകണക്കിന് കോടികൾ ചെലവഴിച്ചുള്ള സിനിമയായിരിക്കും അത്. ഒരു മിത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമായിരിക്കും അതെന്നും സൂചനകളുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായി പുറത്തിറങ്ങുന്ന സിനിമയിൽ എല്ലാ ഭാഷകളിൽ നിന്നുള്ള വൻനിര താരങ്ങളുണ്ടാകും. തമിഴിൽ നിന്ന് വിജയ്ക്ക് സാധ്യതയുണ്ട്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയാണ് പരിഗണിക്കുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അധികം സമയമെടുക്കാതെ ചിത്രീകരിക്കാനാണ് രാജമൗലിയുടെ പദ്ധതി. ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമായാൽ അത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും. ഇതൊക്കെയാണെങ്കിലും ഈ അടുത്തിടയ്ക്ക് നടന്നൊരു വാർത്താ സമ്മേളനത്തിൽ മഹാഭാരതത്തിന്റെ വർക്കുകൾ എപ്പോൾ ആരംഭിക്കും എന്ന ചോദ്യത്തിന് തനിക്ക് അറിയില്ല എന്നായിരുന്നു രാജമൗലി മറുപടി നൽകിയത്. ഇതെല്ലാം സിനിമാ ലോകത്ത് പരക്കുന്ന വാർത്തകൾ മാത്രമാണ്, ഒന്നിനും സ്ഥിരീകരണമില്ല. പക്ഷേ സ്ഥിരീകരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ബ്രഹ്മാണ്ഡ സംവിധായകന്റെ ചിത്രത്തിൽ മമ്മൂട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കാത്തിരിക്കാം വാർത്തകളുടെ സ്ഥിരീകരണത്തിനായി. നല്ല വാർത്തകൾക്കായി പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, share and subscribe to Filmy Beach Malayalam.